എന്തോ ചേട്ടാ എന്തോ എന്തോന്ന് ഫയൽ ഫയലാ അത് ഹാൻഡ് ബാഗ് അല്ലേ? എന്റെ ഫയൽ ഏത് ഫയല്? കോർണിഷിന്റെ ഒരു കൺസ്ട്രക്ഷൻ ഫയൽ. കൺസ്ട്രക്ഷൻ ഫയൽ എന്റെ അലമാരക്കകത്ത. പിന്നെ ഈ അറബി അലമാര ഇപ്പൊ നോക്കണം. ചേട്ടാ ചേട്ടന്റെ അലമാരല്ലേ തപ്പണ്ടത്? എന്റെ അലമാര തന്നെ തപ്പിയത്. ഇത് എന്റെ അലമാരല്ലേ? ഇതാ ഓ ഇത് എന്റെ അലമാരല്ലേ? എത്ര വലിയ ഫയലാണ്? അത്യാവശ്യം വലിയ ഫയൽ. എത്ര വലിപ്പം വരും? വലിയ സിബിട്ട ഫയൽ ആണ് എന്റെ ഹാൻഡ് ബാഗിനകത്ത് തപ്പണത്. ചുരുട്ടി വെച്ചിട്ടുണ്ടോ നോക്കിയത്? അത്ര ശരിയല്ല. ഫയല കളർ എന്തോന്ന്? പച്ച. അവിടെ മാറ്. എന്തോന്ന് കാണിക്കണം? എന്തോന്ന് എന്തോ കാണിക്കാം? പോണില്ലേ? ഫയല് കിട്ടിയില്ലല്ലോ. പോണില്ലേന്ന് പോണം. എന്നപ്പോ അതാ ഞാൻ പോയാലേ തപ്പാൻ പറ്റുള്ളൂ ആ ഫയല്. ചേട്ടാ പുളിക്കണേ. എന്താണ് കാര്യം പറ. 2000 രൂപ തോന്നി. അപ്പൊ അതാണ് ആ ഫയല്. ഇഷ്ടം ആമേട്ടാ. എന്റെ ഹാൻഡ് ബാഗ് തപ്പണം എന്തിനാ എന്നോട് ചോദിക്കാതെ? എടുത്തോണ്ടല്ലേ എന്താ ചോദിക്കാൻ പറ്റുള്ളൂ. കള്ളൻ തന്നെ കേട്ടോ നിങ്ങൾ, കള്ളൻ. 2000 രൂപ താടി. എന്റെ പൈസ ഇല്ല. ചുമ്മാ കളിക്കാൻ ഇങ്ങോട്ട് 2000 രൂപ ഇങ്ങോട്ട്. അത് തപ്പിയാ? ഹാൻഡ് ബാഗ് തപ്പിയാ? അതിനകത്തൊന്നും എല്ലാം കിട്ടിയാ? എടുക്കാൻ പോയപ്പോഴേക്കും വന്നത്. അതാണ് സത്യാവസ്ഥ. നോക്ക്, 5ന്റെ പൈസ കിട്ടൂല അതിന്. അപ്പൊ നീ എവിടെ മാറ്റി വെച്ചത്? എവിടെ മാറ്റി വെച്ചിട്ട് എന്റെ പൈസ ഇല്ലെന്ന്. പിന്നെ 5 ദിവസം ഒരു നിന്റെ ഇല്ലായിരിക്കും. ചേട്ടാ എന്റെ ഇല്ല ചേട്ടാ, സത്യമായിട്ടും ഇല്ല. ചേട്ടൻ കള്ളനെ പോലെ വന്ന് എന്റെ ഹാൻഡ് ബാഗ്, അറബിയുടെ ഫയല് നീ തരൂലേ? എന്റെ ഇല്ല. തരാ. പിന്നെ ഞാൻ എടുത്ത് വെക്കട്ടെ. ചൂടാവണ ചേട്ടാ? എന്റെ ഹാൻഡ് ബാഗ് എടുത്തിട്ട് ഞാൻ ചൂടായില്ലേ? ഞാൻ ഒരു തമാശയായിട്ടാണ് എടുത്തത്. ഇപ്പൊ എന്റെ അടുത്ത് ചുമ്മാ കണ്ടുപിട്ടി കാണിക്കല്, വൃത്തിയോട് കാണിച്ചിട്ട്. പൈസ ഇല്ലെന്ന് പറഞ്ഞാൽ പൈസ ഇല്ല. പറ്റൂല. പറ്റൂല. അപ്പൊ പൈസ ഉണ്ട്. പൈസ ഉണ്ട്, തരാ ഉദ്ദേശിക്കുന്നില്ല. അപ്പൊ ഞാൻ എടുത്ത് വെക്കട്ടെ. ആർക്കെങ്കിലും ചോദിക്കും. പോയി മാമന്റെ ചോദിക്കും. പോ. രാവിലെ തന്നെ എന്നെ കൊണ്ട് ദാരിദ്ര്യം പറപ്പിക്കണം നോക്ക്. തരണ്ട കേട്ടാ. നീ തരണ്ട. ഓ തരൂല. ആവശ്യങ്ങൾ വരും. ഓ വരും കേട്ടാ. ഓ ഡേ അളിയാ ശരണ ഡേ, നിന്റെ കാര്യം സെറ്റായ? ആ അച്ഛൻ തന്നാ? അതിനെ എത്ര? 15 രൂപ? ഇല്ല ഇല്ല എടാ, എനിക്ക് എത്ര രൂപ ആവശ്യമൊന്നുമില്ല. എനിക്ക് ജസ്റ്റ് 2000 രൂപ ഗ്യാസ് അല്ലേ ഉള്ള ആവശ്യം. പിന്നെ നമ്മളെ അച്ഛൻ നമുക്കല്ല, പിന്നെ ആർക്ക് വരെ? എടാ എന്റെ അച്ഛൻ തരുവാടാ പടാ. അന്തസ്സില്ലാത്ത തന്തമാര് ചിലപ്പോ അങ്ങനെ കൊഞ്ഞനെ കുത്തി കാണിക്കും. എന്റെ അച്ഛൻ അങ്ങനെയല്ല. എനിക്ക് പണ്ടും തരും, എനിക്ക് ഇപ്പോഴും തരും. ഇപ്പൊ ചോദിച്ചാല് വാരി കോരി തന്നിട്ടേ ഉള്ളൂ. എടാ വർഷപ്പൊക്കെ സെറ്റല്ലേ? അല്ലേ തന്നെ പിള്ളേര് പൈസ ഉണ്ടാ. ഡാഡിമാര് റിച്ച് ആയാൽ നമുക്ക് ഇങ്ങനെ സുഖമാണ്. 2000 രൂപ വെച്ച് 5000 രൂപയാണ് തരണം സാധാരണ. ഓ നീ വേ അച്ഛാ. ശരണ് ഫാർമസി. അവന്റെ അച്ഛനെ സംസാരിച്ചിരിക്കുന്ന അവന്റെ അച്ഛൻ അവന് 15000 രൂപ കൊടുത്തു. 15,000 കൊടുത്തു. ചെറിയ എന്തൊരു ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അവൻ്റെ അടുത്തൊരു ചോദ്യം, നിന്റെ അച്ഛൻ നിനക്ക് പൈസയൊക്കെ തരുവോടേന്ന്? ഞാൻ പറഞ്ഞു എന്റെ അച്ഛൻ എനിക്ക് ലാഭിച്ചായിട്ട് പൈസ എല്ലാം തരും. സാധാരണ പൈസ ചോദിച്ചാൽ കൂടുതലാണ് എനിക്ക് തരണം എപ്പോഴും. അല്ലേ അച്ഛാ? അച്ഛാ പിന്നെ ഒരു 2000 രൂപ എടുത്തോ അച്ഛൻ. എന്തായാലും ഓ 2000 രൂപ എടുത്തോ മകളെ. ആ ഫോണിഞ്ഞിടാ. എന്റെ ഫോണാ? ഓ അച്ഛൻ സുഖിനൊന്ന് വിളിച്ചു. നമ്പർ നമ്പർ ഞാൻ അടിച്ചോളാം. ഇത് തന്നാ ശരി. സുഖു, ഞാന് മനസ്സിലായ? അത് തന്നെ, അത് മനസ്സിലായ. ഡേയ് എന്തേ അത് നിന്റെ മോനാ? അത് നിന്റെ കൂടെ ചോദിച്ചാ? എത്ര? 15,000 രൂപ. ഇതിന് കൊടുത്ത കോറിക്ക് കേടാ അവന്റെ മണ്ട അടിച്ച് കൊളക്കത്തണ്ടടാ. നീ എന്തിന് 2-3 കൊടുത്തത്? ഞാനാണെങ്കിൽ അവന്റെ മണ്ട അടിച്ച് കൊടുത്തരാ. കാട പോലെ വളർത്തി എന്നിട്ട് അവനൊക്കെ നമ്മൾ ഇപ്പോഴും പൈസ കൊടുക്കണം. അവൻ്റെ ഒക്കെ കാര്യങ്ങൾ നോക്കണം. ഇത് എവിടുത്തെ ന്യായോടെ ഇത്? അത് തന്നെ. എടാ ഇനി അവൻ പൈസ വെച്ചൊന്നും അന്നാണ്ടല്ലേ അവൻ്റെ മണ്ട അടിച്ച് കയറണം അവൻ്റെ. എന്നാക്കളാ അച്ഛൻ്റെ കൂട്ടുകാരൻ സുഖുവിനെ ഞാൻ വിളിച്ചത്. കാള പോലെ വളർന്ന ചെറുക്കിന് പൈസ കൊടുക്കുമോ? എവിടുത്തെ ന്യായം ഇത്? ഞാനവല്ലേ ആയിരിക്കണം. മക്കൾ എന്തായാലും നേരത്തെ അച്ഛൻ്റെ ചോദിച്ചെന്തേലും 2000 രൂപ ഉണ്ടാന്ന്.
എന്താ 2000 രൂപ പോടാ പോ അവിടെ 2000 രൂപ. വേണോ ആണെന്ന് പറഞ്ഞാൽ ഞാൻ തരാന്നിട്ട് എന്ത് വിളിക്കണു? അല്ല മകളെ പങ്ക, നീ അങ്കിളിന് ഒരു ഹെൽപ്പ് ചെയ്യൂ. ഹെൽപ്പാ? ഞാനാ ചെയ്യാ? നിനക്ക് അണ്ണൻ ഈ പോക്കറ്റ് മണിയൊക്കെ തരും. മണിയൊക്കെ തരും. അപ്പം മകൾക്ക് അങ്കിളിനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമായിരിക്കും. നിന്റെ കയ്യിൽ ഒരു 2000 രൂപ ഉണ്ടോ? 2000 റുപ്പീസ്. നിങ്ങക്ക് നാണമുണ്ടോ? ഒരു ഇച്ചിരിയെങ്കിലും നിങ്ങക്ക് നാണമുണ്ടോ എന്റെ മുഖത്തൊക്കെ ഇങ്ങനെ ചോദിക്കാൻ? എന്റെ 2000 രൂപയെ എന്നെ മോങ്ങണ്ട അങ്ങനെ പറയാം. എന്റെ 2000 രൂപയും കൊണ്ടാണ് ഞാൻ നടക്കുന്നത്. 2000 രൂപ ഉണ്ടായിരുന്നെങ്കിൽ എത്ര പപ്സ് മിൽഷേക്ക് മേടിച്ച് കഴിച്ചേനെ. ഞാൻ കണ്ട മോട്ട വെള്ളമാണ് കുടിച്ചോണ്ടിരിക്കുന്നത് പപ്സിന് വരെ. ദുഷ്ടൻ. എന്റെ അച്ഛൻ നിങ്ങൾക്ക് അറിയാലോ, 6 പിശകനാണ്. ഇങ്ങോട്ട് വരാൻ സമയത്ത് എനിക്ക് 100 രൂപയാണ് തന്നത്. അതിൽ 25 രൂപ ആ ബസ്സിൽ എനിക്കായി. ബാക്കി 75 രൂപ എന്റെ ഉള്ളൂ. പാവ എന്റെ മിൽഷേക്കും പപ്സും അത് മേടിച്ചു കൊടുക്കാൻ എന്റെ കാശില്ല. പിന്നെ എപ്പോഴെങ്കിലും വാങ്ങിക്കാം. എന്തൊരു കുഴപ്പമില്ല. ഇനി എവിടെ എവിടെ പോണ്? എനിക്ക് മിൽഷേക്ക് മേടിച്ചോ? മിൽഷേക്ക് മേടിച്ചോ? വാങ്ങിച്ചേരാം മക്കളെ, വാങ്ങിച്ചേരാം. ഉടനെ വാങ്ങിച്ചേരാം. അല്ലെങ്കിൽ നിങ്ങൾ മേടിച്ചു തന്നെ എനിക്കൊരു 50 രൂപ മേടിച്ചു. അല്ല, ഞാൻ നിന്റെ അടുത്ത് 2000 രൂപ ചോദിക്കാണ് വന്നത്. അതുകൊണ്ട് എനിക്ക് 2000 ഒന്നും വേണ്ട, 50 രൂപയല്ലേ ചോദിച്ചോളൂ. ഇങ്ങോട്ട് തരാം, തരാം, ഉടനെ തരാം. 50 രൂപ തരാടി. എന്റെ മിൽഷേക്ക് അങ്ങനെ 50 രൂപ. ഹലോ, ആ അതെ സാർ പറയണം. ആ സാറിൻ്റെ ബാങ്ക് മനസ്സിലായി. ലോൺ ഓക്കെ ആയോ? താങ്ക് യു സാർ. നീ അടുത്ത് എന്താ ചെയ്യണ്ടേ? ആ എൻ്റെ ഹസ്ബൻഡാണ് സാർ. ആണോ? എപ്പോഴത്തേക്കാണ് വേണ്ടേ? ആണല്ലേ, ശരി സാർ, ഞാൻ എത്തിക്കാം. ഓക്കെ. ആ ചേട്ടാ, നിന്റെ ഇൻഡു മാർക്കിൽ എല്ലാവരും ഒപ്പിടണേ. നോക്കിയിടണേ. എന്തോ ഇതേ, ഞാൻ ബാങ്കിൽ ഒരു ലോൺ അപ്ലൈ ചെയ്തിരുന്നു. അപ്പൊ അതിന് ഗ്യാരണ്ടറി വേണമല്ലോ. എന്റെ ഗ്യാരണ്ടറി ചേട്ടനാണ്. ചേട്ടൻ്റെ ഒപ്പ് വാങ്ങിച്ചോണ്ട് പോയി കഴിഞ്ഞാൽ അവര് പെട്ടെന്ന് ക്ലിയർ ചെയ്ത് പൈസ എനിക്ക് തരും. ഗ്യാരണ്ടറി ഞാനാണ്. എന്റെ ഒപ്പ് വേണം. ഓ, ഇത്രയും നോക്കാവൊന്നും ഇല്ല കേട്ടോ. അങ്ങോട്ട് ഇട്. ഞാൻ ഒപ്പിട്ട അപ്പം കിട്ടും. ഓ, എന്നാലേ ഒപ്പിടാനായിട്ടൊരു ഇൻട്രസ്റ്റ് ഇല്ല. എന്തോ ചേട്ടാ? ചേട്ടാ ഒപ്പിടി ചേട്ടാ. ഒപ്പിട്ട് കഴിഞ്ഞാൽ പൈസ കിട്ടുന്നു. എന്തിനിപ്പോ പൈസ? ഇപ്പൊ എന്തിനു? ഒരു വീടാകുമ്പോ എന്തെല്ലാം ആവശ്യമുണ്ട്. നമ്മൾ പണയം വെച്ച അവിടെ നിന്ന് നോട്ടീസ് വന്നേക്കണേ. എനിക്ക് സ്വർണ്ണം എടുക്കണ്ടേ? എന്റെ കയ്യിൽ 5 പൈസ ഇല്ല. കളിക്കാതെ ചേട്ടാ, ഈട് അങ്ങോട്ട്. അല്ല, ഞാൻ ഇന്നലെ ഒരു ആവശ്യം പറഞ്ഞപ്പോ നീ എന്തോന്ന് പറഞ്ഞ? എന്തോന്ന് ആവശ്യം? ഞാൻ പൈസ ചോദിച്ചല്ലോ ചേട്ടാ. ഞാൻ ഇന്നലെ പറഞ്ഞ തന്നെ എനിക്ക് ഇപ്പോഴും പറയാനുള്ളൂ. എന്റെ 2000 പോയിട്ട് 100 രൂപ എടുക്കാനില്ല. പിന്നെ ഞാൻ എന്തിനാ ഈ ലോൺ അപ്ലൈ ചെയ്യണത്? വീട് ചേട്ടാ, കളിക്കാതെ പ്ലീസ്. ഓക്കെ, ഈ ലോൺ ആവുമ്പോ നിനക്കെത്ര എനിക്കെത്ര അതിന് വ്യക്തത വേണം. നിനക്കെത്ര എനിക്കെത്ര? ചേട്ടാ, ഇത് കച്ചവടമൊന്നുമല്ല. ഞാൻ ഒരു ആവശ്യത്തിന് എടുക്കണ ലോണാണ്. ഇത് തിരിച്ചടയ്ക്കണം നമ്മള്. അത് ശരി. ആ ചേട്ടാ, ചേട്ടാ പ്ലീസ് ചേട്ടാ, ഒന്ന് ഈട് ചേട്ടാ. എനിക്ക് വയ്യ. ഞാൻ കാല് പിടിച്ച് ചോദിക്കല്ലോ ചേട്ടാ. ഈട് ചേട്ടാ. കാല് പിടിച്ചാലും തരൂല്ലെന്ന് പറഞ്ഞോണ്ടിരിക്കുക. ചേട്ടാ ചേട്ടാ പ്ലീസ്. വാ കവളി. വേണ്ട വേണ്ട വേണ്ട. ഓ വേണ്ട. അല്ല വേണ്ടാത്തണ്ട. നീ ആ ചേട്ടന് ഇഷ്ടപ്പെട്ട മട്ടൻ ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോണത് കേട്ടാ. മട്ടൻ ബിരിയാണി? ആ, നീ ഉണ്ടാക്കാത്തത് നന്നായി. ഞാൻ നിർത്തി. ഭയങ്കര ഫാറ്റാണ്. ചേട്ടൻ എന്താണ് ഇഷ്ടം അത് പറ, ഞാൻ ഉണ്ടാക്കാം. ഓ വേണ്ട പറഞ്ഞേട്ടാ, ഞാൻ ഉണ്ടാക്കി തരാം. എനിക്ക് ഈടായിട്ട് അങ്ങനെ ഒന്നും അങ്ങോട്ട് അത്രക്ക് ഇഷ്ടപ്പെടുന്നില്ല. എന്തോ ചേട്ടൻ. എന്തായാലും ഞാൻ ഗ്യാരണ്ടി ആയിട്ടുള്ള ലോൺ അങ്ങനെ നീ എടുക്കണ്ട. അങ്ങനെ പറഞ്ഞ എങ്ങനെ ശരിയാവും? ചേട്ടാ, ആവശ്യങ്ങൾ എല്ലാവർക്കും വരും വരും വരും. കൊടുത്താൽ കൊല്ലത്തും കിട്ടും കിട്ടും കിട്ടും. ലോണ് അങ്ങനെ സൂഹിക്കണ്ട കണ്ട കണ്ട. ചേട്ടാ
മാമ ദാ, ചായ. എന്ത് മക്കളെ മുഖം ഒരുമാതിരി ഇരിക്കുന്നു? എന്റെ സ്വർണം മൊത്തം പോകുന്നാണ് തോന്നുന്നത്. അതെന്ത്? ഈ രാമേന്റെ അടുത്ത് എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞു ഒപ്പിടാൻ, ഒപ്പിട്ടാലേ എനിക്ക് പൈസ കിട്ടുള്ളൂ. ഇനിയിപ്പോ എന്ത് ചെയ്യും ഇപ്പൊ? മാമ ഒന്ന് പറഞ്ഞു നോക്കുന്ന. ഞാൻ പറഞ്ഞു നോക്കുമായിരുന്നു, പക്ഷേ അവ ഇന്നലെ ഇവിടെ വന്ന് എൻ്റെ അടുത്ത് ഒരു 2000 രൂപ ചോദിച്ചു. എന്റെ അടുത്ത് വന്ന് ചോദിച്ചിരുന്നു. എൻ്റെ അടുത്തും ചോദിച്ചാ? എൻ്റെ അടുത്തും ചോദിച്ചു 2000 രൂപ കൊടുക്കാൻ. ഞാൻ പറഞ്ഞു എൻ്റെ പൈസ എന്തിനാ പടാ എൻ്റെ ജോലി ചോദിക്കുന്നു. വിരട്ടി വിട്ടപ്പം തന്ന ഇപ്പൊ എൻ്റെ കൂടെ മിണ്ടൂല. എന്റെ മുഖത്തോലും നോക്കാതെ നടക്കുകയാണ്. ഞാൻ പിന്നെ എങ്ങനെ ചോദിക്കുന്നുണ്ടോ? മാമന് കൊടുത്തുവിടായിരുന്നു ആ പൈസ. ഇനിയിപ്പൊ എന്ത് ചെയ്യും ഇനി? ഒരു കാര്യം ചെയ്യും, നൈസ ഒപ്പിട്ട് ചോദിച്ചു നോക്കണ്ട. ഞാൻ ചോദിച്ചിട്ട് ഇടുന്നില്ലെന്ന്. എനിക്കിപ്പോ അത്യാവശ്യമായിട്ട് പൈസ വേണം. പിന്നെ ഞാൻ വന്ന് ഒപ്പിട്ടാ മതിയാ അവിടെ. കൊള്ളാം, മാമനാണ് ഗ്യാരണ്ടർ ആയിട്ട് നിക്കണത്. ആ മാത്രല്ല മാമൻ ഏജ് ഓവറാണോ നടക്കൂല. എന്ത് ചെയ്യാ? കാര്യം കാണാൻ കഴുതാക്കാലം പിടിക്കണം എന്നാണല്ലോ. ഞാൻ ഒന്നും കൂടെ പോയി കാല് പിടിച്ച് നോക്കാം. വേറെ എന്ത് ചെയ്യും? നോക്കൂ, ചിലപ്പോ കിട്ടും. നോക്കി നോക്ക്. എന്നാലാ രാമേണ്ട മനസ്സ് എന്തൊരു കല്ലാണ്. ഇത്ര ഞാൻ കാല് പിടിച്ച് ഒരു പ്രാവശ്യമെങ്കിലും ഒപ്പിടാൻ സമ്മതിക്കണമല്ലോ. അത് തന്നെ. ഇനി ഞാൻ എന്ത് ചെയ്യും? ഇത് ഒപ്പിട്ടിട്ട് കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ അവർ വിളിച്ചോണ്ടേ ഇരിക്കുവാണ്. അപ്പൊ തന്നെ ലോൺ പാസ്സാക്കി തരാന്ന് പറഞ്ഞാണ്. എനിക്കാണെങ്കിൽ ആ പണയത്തിന് നോട്ടീസും വന്നു കിടക്കുന്നു. എൻ്റെ ഒരു ഐഡിയ ഉണ്ട്. നിന്റെ ഐഡിയ ഒന്നും കൊണ്ട് അങ്ങേരത്ത് ചെല്ലണ്ട, നടക്കൂല. അയ്യേ, അങ്ങേരത്തെ ആര് ചെല്ലണ്? അങ്ങേരത്തല്ലേ ചെല്ലേണ്ടത്. നിങ്ങക്ക് ഒപ്പല്ലേ വേണ്ടത്? അതിന് അങ്ങേരത്തെ ചെല്ലേണ്ട ആവശ്യമുണ്ടോ? പിന്നെ അങ്ങേരുടെ ഒപ്പില്ലേ വേണ്ടത്? ഞാൻ ഇട്ടുതരാം. നീയാ? കോളേജിൽ ഞാൻ എത്ര ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ടെന്ന് അറിയൂ? ഡോക്ടർ സർട്ടിഫിക്കറ്റ് വരെ ഞാൻ ഒപ്പിട്ടിട്ടുണ്ട്. അതൊക്കെ തെറ്റല്ലേ? എന്ത് തെറ്റ്? നിങ്ങളെ ഭർത്താവിന്റെ ഒപ്പല്ലേ ഞാൻ ഇടണേ? നിങ്ങളെ ഭർത്താവ് കൊണ്ടുപോയി കേസ് കൊടുക്കൂ? ഇല്ലല്ല. പിന്നെ എന്ത് പ്രശ്നം? അത് കൊള്ളാടി. നൈസ് ഐഡിയ അല്ലേ? അപ്പൊ ഇടുവോ? ഞാൻ ഇടാം. ഒപ്പ് വേണം പക്ഷെ. അത് ഞാൻ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്. കാണിക്കാം. നോക്കട്ടെ. ഇതാണ് ഉപ്പ്. എടി നീ സൂക്ഷിച്ചിടണം കേട്ടോ. 1 അല്ല 16 എന്തോ ഇടണം. ഇതെന്തോന്ന് പേന തെളിയാത്തോണ്ട് കുത്തി വരച്ച് വെച്ചാണ്? ഇതാണ് അങ്ങേറെ ഒപ്പ്. അയ്യോ, ഇവരെ കാക്ക കിണ്ടി കണക്കിരിക്കുന്നത്. എന്ത് ചെയ്യാൻ പറ്റും? ഇതിപ്പോ ഇടുവോ? കുറച്ച് ടാസ്ക് ആണ്. ഇങ്ങനെ ഒരു കാര്യം ചെയ്യും, ഞാൻ വേറൊരു പേപ്പർ എടുത്തോണ്ട് വരാം. നീ അതില് എഴുതി പഠിച്ചിട്ട് ഇതിലോട്ട് ഇട്ടാ. എടുത്തോണ്ടോ. ഇത് ഇങ്ങനെ നിന്ന് ഇങ്ങനെ പിന്നെ കുറെ കുഞ്ഞു മലയൊക്കെ. നീ നോക്ക്, സൂം ചെയ്യും. നീ ഇന്നൊന്നും കാണിക്കണേ? കോൺസെൻട്രേഷൻ എത്തിക്കില്ലേ? അയ്യേ, ഫസ്റ്റ് തന്നെ തെറ്റി. ഇങ്ങനൊന്നും അല്ല. ഇങ്ങനെയാണ് വേണ്ട. അത് വളഞ്ഞ അതിന്റെ അകത്ത് കൂടെയാണ് പോണത്. ഇങ്ങനെയല്ലേ? അല്ലേ, ഇത് വളഞ്ഞ് ഇതിന്റെ അകത്ത് കൂടെയല്ലേ പോകുന്നത്. മിണ്ടായിരിക്കും ഒന്ന്. കഷ്ടമായല്ലേ? നീയാണ് ഡോക്ടർ സർട്ടിഫിക്കറ്റ് ഒപ്പിട്ടെന്ന് പറയണം. ഡോക്ടറിന്റെ ഒപ്പം അവർക്ക് നേരത്തെ അറിഞ്ഞൂടല്ലോ. ഇവിടെ ആദ്യത്തെ കൊമ്പിന് നല്ല നീട്ടമാണ്. കഴിഞ്ഞ നോക്കട്ടെ. ഇതെന്തോ ഇവിടെ ഇത് ചരട് ചുരുണ്ട് കിടക്കണ പോലെ ഇരിക്കണ. നടക്കൂല അപ്പച്ചി. നീ വെറുതെ മനുഷ്യനെ ആശിപ്പിച്ചിട്ട് ഞാൻ എന്തോ നീ. അതപ്പച്ചി, എൻ്റെ വേറൊരു ഐഡിയയും കൂടെ ഉണ്ട്. കൂടെ പുഴുങ്ങി തിന്നു. അങ്ങനെയില്ല, അത് കേള്. എന്തോന്ന്? അതെ, രാമങ്കൾ എന്തുകൊണ്ടാ ഒപ്പിടാതെ? അത് ഇന്നലെ അങ്ങനെ എൻ്റെ അടുത്ത് 2000 രൂപ വെച്ച് അത് കൊടുക്കാത്തതുണ്ട്. അപ്പൊ ഈ 2000 രൂപ അങ്ങ് കൊടുക്കുക. അപ്പൊ പ്രശ്നം തീർന്നില്ലേ? എടി 2000 രൂപ പോയിട്ട് 100 രൂപ എൻ്റെ എടുക്കായില്ല. അതിനാണ് ഞാൻ ഈ ലോൺ അപ്ലൈ ചെയ്ത് വെച്ചേക്കണത്. ലോൺ ഒപ്പിട്ട് തന്നു കഴിഞ്ഞാൽ 2000 രൂപ കൊടുക്കാന്ന് പറ. 2000 അല്ല 3000 രൂപ കൊടുക്കാന്ന് പറ. ഞാൻ കാൽക്കുലേറ്റ് ചെയ്തൊരു എമൗണ്ട് ആണ് ബാങ്കിൽ പറഞ്ഞു വെച്ചേക്കണേ. എനിക്ക് 3000 രൂപ അതിൽ നിന്ന് മാറ്റാൻ പറ്റൂല. മാറ്റണ്ട. പിന്നെ നിങ്ങൾ കൊടുക്കണ്ട. എടി നീ അല്ലേ ഇപ്പൊ കൊടുക്കാൻ പറഞ്ഞു. പറഞ്ഞാ മതി, മനസ്സിലായോ? 3000 രൂപ കൊടുക്കാം എന്ന് അങ്കിളുടെ അടുത്ത് പറയുന്നു, എന്നിട്ട് ഒപ്പിട്ട് മേടിക്കുന്നു, എന്നിട്ട് കൊടുക്കുന്നില്ല. ഇത് ഐഡിയ പിങ്കി, സൂപ്പർ, താങ്ക് യു. ഓക്കെ, അപ്പൊ അങ്ങനെ പറയാം. എങ്കിൽ ഞാൻ 5000 രൂപ എന്ന് പറഞ്ഞാലോ? കുറച്ച് അത്യാഗ്രഹമായി ഇപ്പൊ. 3000 രൂപ. 3000 മതി. ഓക്കെ,
എന്ത് രണ്ടുപേരും കൂടെ? ചേട്ടാ, ഓ, ചേട്ടന്റെ പൈസയുടെ ആവശ്യം കഴിഞ്ഞായിരുന്ന? പൈസയുടെ ആവശ്യം അങ്ങനെ കഴിയൂലല്ലോ. അപ്പൊ എത്ര രൂപ ചേട്ടാ ചോദിച്ചത്? 2000 രൂപ. 2000 രൂപ കിട്ടിയ സംഭവം നടക്കും അല്ലേ? ആരുടെ സംഭവം? അല്ല, ചേട്ടന്റെ. എന്റെ സംഭവം 2000 രൂപ കിട്ടിയാൽ നടക്കും. എന്നാ ഞാൻ ചേട്ടന് 3000 രൂപ തരാം. എന്തിനാണ് തരണത്? ചേട്ടന്റെ ആവശ്യത്തിന്. നീ പറഞ്ഞ എന്റെ കയ്യില് പൈസ ഒന്നും ഇല്ലെന്നാണല്ലോ. ഓ, എന്റെ കയ്യിൽ പൈസ ഇല്ല. പിന്നെ അതാണ് ചേട്ടാ, ഞാൻ ഈ ലോണിന് കൊടുത്തേക്കല്ലേ, അപ്പൊ എനിക്ക് പൈസ കിട്ടുമല്ലോ. ആ പൈസ ഞാൻ ചേട്ടന് തരാം. ഓ, അത് കൊള്ളാം, നല്ല ഐഡിയ. ഈ പൈസ എപ്പ കിട്ടും? പൈസ ഇത് ഒപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിറ്റേന്ന് കിട്ടും. എനിക്കെപ്പ തരും? എന്റെ കയ്യിൽ പൈസ കിട്ടിയാ അപ്പൊ തന്നെ തരും. അപ്പൊ തന്നെ തരും. അങ്ങനെയാണെങ്കിൽ എടുത്തോണ്ടോ, ഞാൻ ഒപ്പിട്ട് തരാം. എടുത്തോണ്ടാ? ഓ, കയ്യിലുണ്ടായിരുന്നു. ഇതാ പേന. എവിടെയൊക്കെയാണ് ഒപ്പിടേണ്ട? എല്ലാത്തിനും. എന്റെ റോളം തോന്നണോ ഇതില്? മതി. ഇതൊക്കെ ഒപ്പിട്ട് തന്നിട്ട് ലാസ്റ്റ് പറ്റിക്കോ? പിങ്കിയാണ് സത്യം, ഞാൻ തന്നിരിക്കും. തന്നാ മതി. തരും. ഇതൊന്ന് അത് ഞാൻ അവള് ചോദിച്ചോളാം. നീ എനിക്ക് പഠി. തന്നെ വിളിച്ചിട്ട് കിട്ടാനില്ലല്ലോ ഇവര്. എന്താണ് സംഭവം? ദൈവമേ, ഒരു കാര്യമെങ്കിലും ജീവിതത്തിൽ ടെൻഷൻ അടിക്കാതെ നടക്കൂ. അപ്പച്ചി ഇവിടെ വന്നിരിക്കുന്ന ഞാൻ എവിടേക്ക് തപ്പിന്നറിയൂ? പോടി അവിടെ. എന്തൊരു ടെൻഷൻ? ഇടി, ആ ബാങ്കിന്റെ ആൾക്കാരെ വിളിച്ചിട്ട് ഫോൺ എടുക്കണില്ലടി. ലോൺ പാസ്സായെന്നാണ് പറഞ്ഞത്. ഇപ്പഴും എന്തുവാണ് സംഭവം എന്ന് അറിയാൻ വിളിച്ചിട്ട് എടുക്കണേ ഇല്ല. ഒന്നുകൂടെ വിളിച്ചു നോക്ക്. ഹലോ ഹലോ സാർ, ഞാൻ മറ്റേ ലോൺ അപ്ലൈ ചെയ്തതിന്റെ ആ കാര്യം അറിയാൻ വേണ്ടി വിളിച്ചതാണ്. അല്ല, ചെക്ക് കൊടുത്തു വിടുന്നു പറഞ്ഞിരുന്നല്ലോ, അത് ഇതുവരെ കിട്ടിയില്ല. ആരും ഒന്ന് വാങ്ങിയെന്ന്? എന്റെ ഹസ്ബൻഡോ? 2 മണിക്കൂറായിരുന്നോ? അല്ല, ഇല്ല, വന്നില്ല, പുള്ളി വന്നില്ല. ശരി സാർ, ശരി. കൊള്ളാം, ചെക്ക് രാമേട്ടൻ വാങ്ങിച്ചോണ്ട് പോയെന്ന്. 2 മണിക്കൂറായിരുന്നു. എവിടെ പോയി കേട? ചേട്ടാ, ചെക്ക് താ ചേട്ടാ. ഞാൻ വിളിച്ചിരുന്നു ബാങ്കിൽ. അങ്ങനെ ശരിയാവും. എന്ത്? നമ്മൾ തമ്മിൽ ചെറിയൊരു സെറ്റപ്പ് ഉണ്ടായിരുന്നല്ലോ. സെറ്റപ്പ്? സത്യം നിങ്ങൾ ചെയ്തിരുന്നല്ലോ. എന്ത് സത്യം? അതായത് ഞാൻ ഈ ചെക്ക് തരുമ്പോൾ നിങ്ങൾ എനിക്ക് കുറച്ച് ക്യാഷ് തരുമെന്നും ആ ക്യാഷ് 3000 ആണെന്നും നോക്കാം. അപ്പൊ ഈ ചെക്കിലുള്ള പൈസ എടുത്താലേ ചേട്ടാ എനിക്ക് ആ 3000 രൂപ തരാൻ പറ്റുള്ളൂ. കാര്യമൊക്കെ ശരിയാണ്. പക്ഷെ ഇത് പറയണത് നീയൊക്കെ രണ്ടും ആയതുകൊണ്ട് എനിക്ക് തീരെ വിശ്വാസം പറയാം. അത് ഇവളുടെ മോൻ കണ്ടോണ്ടാണ് ചേട്ടാ. എന്റെ മുഖത്തോട്ട് നോക്ക്. അത് കറക്റ്റാണ്. ഇവളുടെ മോഹം കണ്ടോണ്ടാണ് ഈ പ്രശ്നമായത്. നീ ഒറ്റയ്ക്കാന്ന് ചിലപ്പോ ഞാൻ തന്നേനെ. പക്ഷെ നിങ്ങൾ രണ്ടുപേരും കൂടെ ഉള്ള കൂട്ടുകളി ആയതുകൊണ്ട് എനിക്കത്ര വിശ്വാസം പോരാ. ചെക്ക് താ ചേട്ടാ, ഞാൻ പൈസ. അല്ല, ചെക്ക് ഞാൻ തരാം. ചെക്ക് ഒരു പ്രശ്നമില്ല, ഞാൻ തരും. പക്ഷെ എന്ന് 3000 രൂപ തരുന്നു അന്നേ ഈ ചെക്ക് തരുന്നുള്ളൂ. നിങ്ങൾ ഓഫർ ചെയ്ത പൈസയിലേ ഞാൻ ചോദിക്കണോ? നിങ്ങളെ വിഷമം കണ്ട ഞാൻ ഇല്ലാത്ത എന്തൊരു കള്ളക്കഥ കൊണ്ടുവന്ന പോലെയാണല്ലേ? അല്ല, പ്രശ്നമുണ്ടോ? ഉണ്ടാക്കിയപ്പോ പറയണം. 3 മാസമാണ് ഈ ചെക്കിന്റെ വാലിഡിറ്റി. അത് കഴിയുമ്പോ ഇത് പോകും. പിന്നെ വീണ്ടും അപ്ലൈ ചെയ്യണം ലോണ്. പോരാത്തിന് ഞാൻ വീണ്ടും ഒപ്പിടണം. അപ്പം പിന്നെ റേറ്റ് മാറും. ആലോചിച്ചൊക്കെ ഒരു തീരുമാനം എടുത്തു. നിന്റെ ഐഡിയ ഞാൻ കേൾക്കാനേ പാടില്ലായിരുന്നു. എന്തോ ചെയ്യും? വിഷമിക്കല്ലേ, എന്റെ ഒരു ഐഡിയ കൂടെ ഉണ്ട്. അല്ല, കേള്. അതെ, നിങ്ങൾ ആ 3000 രൂപ എവിടെ നിങ്ങൾ ഒപ്പിച്ചുകൂടെ? ഇല്ലെങ്കിൽ ചെക്ക് കിട്ടൂല.